എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. പിണറായിയുടെ നെഞ്ചത്ത് അണുബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് സാബു എം ജേക്കബ്. എന്നെ അറസ്റ്റ് ചെയ്താൽ അടുത്ത നിമിഷം അകത്താവുന്നത് മുഖ്യമന്ത്രിയുടെ മകളാകും എന്ന് പറയുമ്പോൾ മാത്യു കുഴൽനാടൻ്റെ കയ്യിലും ഷോൺ ജോർജിൻ്റെ കയ്യിലും ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ തെളിവുകൾ കിറ്റക് സാബുവിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും മുഖ്യമന്ത്രിയും മകളെയും വെറുതെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാതെ കിറ്റക് സാബു പറയുന്നത്. തന്നെ ദ്രോഹിച്ചവരെയും നാട് കടത്തിയവരെയും അങ്ങനെ വെറുതെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് കിറ്റക് സാബു തെളിച്ചു പറയുന്നത്. മാത്രമല്ല, പിണറായി വിജയനെയും മകളെയും സഹാക്കന്മാരെയും ഒക്കെ കടന്നാക്രമിക്കുമ്പോൾ തന്നെ സംഖ്യയാക്കാനുള്ള ശ്രമവും പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്ന കിറ്റക് സാബു തുറന്നു പറയുന്നുണ്ട്. എന്തായാലും പിണറായിക്കും മകൾക്കുമേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നലെ കിഴക്കമ്പലത്ത് 2020 മഹാസമ്മേളനത്തിൽ കിറ്റക് സാബു പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത്, സ്വപ്ന കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ തെളിവുകൾ വീണ വിജയനെക്കുറിച്ച് തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ മാത്യു കുഴൽനാടനും ഷോൺ ജോർജും സ്വപ്നയും ഒക്കെ പറഞ്ഞതിനേക്കാൾ സാമ്പത്തിക ക്രമക്കേടുകൾ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ വീണ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കിറ്റക് സാബുവിനെ തൊടാൻ ഇനി പിണറായി നന്നായി ഒന്ന് ഭയക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. എന്തായാലും കിറ്റക് സാബു പറയുന്ന വാക്കുകൾ അത് കൃത്യമാണ്. എന്തായാലും കേരളത്തിലെ ചില പിണറായി ഒഴിച്ചുള്ള ചില ഇരട്ടച്ചങ്കന്മാരിൽ നല്ല നട്ടല്ലും നിലപാടുമുള്ള ഒരു വ്യക്തി തന്നെയാണ് കിറ്റക് സാബു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.